ഹലോ ഗായ്സ്, എങ്ങനെയുണ്ട് എൻ്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ, സൺഗ്ലാസസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കാം. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ കൊണ്ടുവരാനായിട്ട്, കുറേ ഡ്രസ്സസ് കാര്യങ്ങൾ. പക്ഷേ ആ ഡ്രസ്സസ് തന്നെ നമുക്ക് നാട്ടിലെ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലം ആണെങ്കിൽ അത് അടിപൊളിയല്ലേ. ആ സ്ഥലമാണ് എന്താന്ന് മനസ്സിലായില്ലേ? പ്രൈമാർക്ക്. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അലക്സാണ്ടർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രൈമാർക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഈ വ്ളോഗിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വില കുറവിന് എല്ലാം കിട്ടും. നമ്മുടെ നാട്ടിലത്തെ ട്രെൻഡ്സും എന്താ പറയുക, മാക്സിൻ്റെ പോലെയൊക്കെയാണ്. വിലയുള്ളതും ഉണ്ട്. നല്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിലയുണ്ട്, എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. തിരഞ്ഞെടുക്കണം. ചില സമയത്ത് ഓഫറിൽ നല്ല കണ്ടില്ലേ, ഇത് 20 യൂറോൻ്റെ നേരെ പകുതി 10 യൂറോക്ക് കിട്ടും. നമ്മുടെ നാട്ടിലെ വിലയൊക്കെ ആവുള്ളൂ. ആ സമയത്തൊക്കെ നോക്കി വന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് 8 യൂറോൻ്റെ 4 യൂറോ ഉള്ളൂ. അപ്പോൾ 50% ഓഫ് കൈൻഡ് ഓഫ്. അപ്പോൾ ടൈമൊക്കെ നോക്കി ലക്കിലി നമ്മൾ വന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. എല്ലാം കിട്ടും കേട്ടോ. ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, പിന്നെന്താ പറയുക, മേക്കപ്പ് ഐറ്റംസ്. അപ്പോൾ മാനേജ് ചെയ്ത് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അധികം ചിലവില്ലാതെയും നമുക്ക് മാനേജ് ചെയ്യാം. പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ അവർക്കും പ്ലാനും ചെയ്യാമല്ലോ. എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ലഗേജ് കൂട്ടി, ലഗേജിന് എക്സ്ട്രാ എന്താ പറയുക, വെയിറ്റ് കൂട്ടി, ലഗേജിന് എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ എപ്പോഴായാലും നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലേ പറ്റൂ. എപ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നവർക്ക് കുഴപ്പമില്ല, അതാണ് നല്ലത്. കാര്യം നമ്മുടെ നാട്ടിലത്തെയും ബംഗ്ലാദേശിലെയും തുണികളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ അധികവും മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ പാകിസ്ഥാൻ്റെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ബംഗ്ലാദേശിനെയാണ് ഏറ്റവും കൂടുതലും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഡ്യൂട്ടി, ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ റേറ്റ് കൂടും. പോകാൻ പറ്റുന്നവർക്ക്, അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് അത് നല്ലത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ഭയങ്കര ഡിഫറൻസ് ആണ്. ലഗേജിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ സ്റ്റൈലിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറേ ലഗേജ് കെട്ടി വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഭയങ്കര ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ പ്രൈമാർക്കിൽ നിന്ന് എടുക്കുവാണെങ്കിൽ, വേറെ സ്ഥലത്ത് നിന്ന് എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് പറയാനുണ്ട് ഗൈസ്, ഇപ്പോൾ നമ്മൾ റിലയൻസ് ട്രെൻഡ്സ് നിന്നും മാക്സ് നിന്നും എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ തുണികളൊന്നും ഒരുപാടധികം ലാസ്റ്റ് ചെയ്യില്ല. ഒരു മേ ബി 5 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ഇട്ടാൽ ഓക്കെ. അതേപോലെ ഇവിടുത്തെ തുണികളും ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യയിലത്തെ മാക്സിൻ്റെയും ട്രെൻഡ്സിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇല്ലേ, മേക്കപ്പ് ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ. ലിപ്പ് ലൈനർ, മാറ്റ് ലിപ്സ്റ്റിക്, പിന്നെ ലിപ്പ് ഓയിൽ, പിന്നെ ക്വാളിറ്റി ഇതിലൊക്കെ നോക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. പ്രോഡക്ട്സ് ഒന്നും ഇതിലൊക്കെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിരിക്കണേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് വാങ്ങിക്കാം. പക്ഷേ ഇവിടെ പിന്നെ റെഗുലേഷൻസ് ഉണ്ടല്ലോ സ്ട്രിക്റ്റ് ആയിട്ടും. അതുകൊണ്ട് അത്രയും ബാഡായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അധികം റേറ്റ് ഒന്നും ഇല്ലാതെ ചീപ്പ്, ക്ലച്ചർ, നമ്മുടെ കോമ്പ്, പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ പാക്കറ്റ്സ്, അതിനൊക്കെ എന്താ 2 യൂറോ ഉള്ളൂ, 200 രൂപ. നാട്ടിലും ഇത്രയൊക്കെ 200 രൂപ ആയിട്ടില്ല, ഒരു 180 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാട്ടിലും ഇത്രയൊക്കെ വിലയുണ്ട് സാധനങ്ങൾക്ക്. ടവൽസ്, സ്വിം ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കിട്ടും. പിന്നെ
ഹൈ മാർക്ക് എന്നാണോ പ്രീ മാർക്ക് എന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. രണ്ടും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രൈ മാർക്ക് പറയാനാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ചിലർ പ്രീ മാർക്ക് എന്നും പറയും. അതുകൊണ്ട് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ നോക്കൂ കേട്ടോ. നോക്കണ്ട, അത്രയും നല്ല സിറ്റുവേഷനിലല്ല. ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തിരുന്നു, ഓയിലിംഗ് ചെയ്തില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ട് നിൽക്കുക. ചടയൊന്നുമില്ല, പക്ഷെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ചോദിക്കും സ്ട്രെയിറ്റനിങ് ചെയ്തൂടെ. ഞാനൊരു 7 to 8 ടൈംസ് എൻ്റെ ഹെയറിൽ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഹെയർ ലോസും ഉണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ എനിക്ക് ഏർലി ഗ്രേയിങ്ങും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കണു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കേർലി ഗേൾ റുട്ടീൻ ചെയ്ത് നോക്കാം. എനിക്ക് എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തായാലും ഞാനൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോണില്ല എന്ന് തീരുമാനിച്ചു. വേറെ കുറച്ച് നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ നോക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ എല്ലാം കിട്ടും. അതുകൊണ്ട് ഞാൻ ഓരോ ഐറ്റംസ് ഓരോന്നും എടുത്ത് കാണിക്കണില്ല. സ്വിമ്മിങ് ഡ്രസ്സ് വേണമെങ്കിൽ അത്, ചെരുപ്പ്, പിന്നെ ബോയ്സിൻ്റെ ഇത് ഞാൻ ഗേൾസ് സെക്ഷനിലാണ്. ബോയ്സിൻ്റെ സെക്ഷനും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. അഫോർഡബിൾ റേഞ്ചിൽ പ്ലാൻ ചെയ്ത് വന്ന ഓഫറിലും കിട്ടും. അത് മനസ്സിലായോ? ഇത് നല്ല അടിപൊളി സോപ്സ് ആണ് കേട്ടോ. കിഡ്സിനൊക്കെ വേണ്ടി നല്ല അട്രാക്റ്റീവ് അല്ലേ ഇത്? ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോപ്പ്, ഷാർ ജെൽസ്, ബോഡി സ്ക്രബ്, അതൊക്കെ ഹെയർ ബാൻഡ്സ്. പക്ഷേ ഇതാണ് നല്ല ഫ്രേഗ്രൻസും ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ നല്ല അട്രാക്റ്റീവ് അല്ലേ കാണാൻ? കിഡ്സിനൊക്കെ നല്ല രസമായിരിക്കും. എന്താണിത്? വാനില ബോഡി സ്ക്രബ് കേട്ടോ. മനസ്സിലായ? ഐ മാസ്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ലതാണ്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഓപ്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐ മാസ്ക് ഉണ്ട്. ഇതൊക്കെ ഫേസ് സ്ക്രബ്, മേക്കപ്പ് ക്ലെൻസർ കാര്യങ്ങളുമൊക്കെ. കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. എനിക്കത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഐ മീൻ അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്. ക്വാളിറ്റി പ്രശ്നം തോന്നിയിട്ടില്ല. ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ബിക്കോസ് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഉള്ളിലോട്ട് പോണതല്ലേ. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ആണ്. അത്രയും ലോക്കൽ എന്നൊന്നും പറയാൻ പറ്റില്ല. എടുക്കാം. ഇത് മറ്റേ നമുക്ക് മേക്കപ്പിൻ്റെ ബ്രഷസും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഈ സ്കേർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഓഫറും ഉണ്ട്, 17 യൂറോൻ്റെ 12. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ ഇവിടുത്തെ ടെമ്പറേച്ചറായിട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. എനിക്ക് തണുക്കും അത്യാവശ്യം. ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ തണുത്തില്ലെങ്കിലും ചില സമയത്ത് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഈ സമയത്തും തണുക്കും. സമ്മറാന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തണുക്കും. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചാൽ ഇടാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. നമുക്കിത് മനസ്സിൽ വെക്കാം, എന്നിട്ട് ഒന്നും കൂടി അനാലിസിസ് ചെയ്യാം. ഇടാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാം. നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സൂട്ട് കേസ് വരെ ഇവിടെ കിട്ടും കേട്ടോ. എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള A to Z ഐറ്റംസ് ഇവിടെ കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ജീൻസ് എടുത്ത് വന്നിട്ടുണ്ട് ട്രയൽ ചെയ്യാനായിട്ട്. ഇവിടുത്തെ ട്രയൽ റൂമുകളൊക്കെ കണ്ടോ? കർട്ടനാണ്, നമ്മുടെ പോലത്തെ ലോക്കിട്ട വാതിലൊന്നുമില്ല. ഗേൾസ് സെക്ഷനാണ്. ആരും വന്ന് തുറക്കൊന്നുമില്ല. ആരും ഇല്ലെങ്കിൽ ഇത് മാറ്റിയിടും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വലിച്ചിടും. അപ്പോൾ ആരും വന്ന് തുറക്കില്ല. അതൊരു ബേസിക് മാനേഴ്സാണ് ഇവിടെ. അപ്പോൾ ഞാൻ 2-3 ജീൻസ് ട്രൈ ചെയ്തു. എനിക്ക് ഒട്ടും സെറ്റായില്ല. നല്ലതല്ല, എനിക്കിപ്പോൾ അത്ര അത്യാവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് 3 അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അതേപോലെ തിരിച്ചു കൊടുക്കണം. ഇന്ത്യയിൽ നമ്മൾ തിരിച്ചും മറിച്ചും കൊടുക്കും. പാവങ്ങൾ അവിടുത്തെ ആരും ഒന്നും പറയില്ല. ഇവിടെ നല്ല ചീത്ത പറയും. കൊണ്ടുപോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഹാങ്കറിലൊക്കെ, ഇപ്പോൾ ഹാങ്കറിൽ തൂക്കിയ ഡ്രസ്സുകളില്ലേ അതേപോലെ ഹാങ്കറിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ത്യ ഈസ് കൺവീനിയൻറ്റ് ഫോർ അസ് ഇൻ ദാറ്റ് കേസ് അല്ലേ. ഹൗസ് ഐറ്റംസും കിട്ടും കേട്ടോ. ഹൗസിൻ്റെ ഡെക്കോറേറ്റീവ് ഐറ്റംസൊക്കെ.
അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല, കൺസീലറും സൺഗ്ലാസസും മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ബില്ലിങ്ങിൽ പോയി ബില്ലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് പ്രൈമാർക്കിനോട് ടാറ്റ ബൈ ബൈ എന്ന് പറയാം. അലക്സാണ്ടർ ഫ്ലാറ്റ്സ് ഒരു വൈബാട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് വിഷിങ് യു എ വെരി ഹാപ്പി ഡേ. ബൈ ഫ്രം രേഷ്മ. നമുക്ക് ഇനിയും ജർമ്മൻ വിശേഷങ്ങളായിട്ട് കാണാം.